ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങൾ ആദ്യം ഒന്ന് ഓടിച്ച് പറഞ്ഞേച്ച് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചേ? തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ലേ? പിന്നീട് മനുഷ്യൻ പാപത്തിൽ വീണുപോയപ്പോൾ ഈ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെട്ടു. ഈ സ്വരൂപം എന്ന് പറഞ്ഞാൽ സ്വഭാവം, അകത്തെ മനുഷ്യൻ്റെ സ്വഭാവം, അല്ലേ? സാദൃശ്യം പുറമേ ഉള്ള ഛായയൊക്കെയാണ് നമ്മൾ പറയുന്നത് സാദൃശ്യവും. അങ്ങനെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവൻ്റെ സ്വരൂപത്തിലും അവൻ്റെ സാദൃശ്യത്തിലും, അല്ലേ? പുറമേ അവനെ പോലെ മഹത്വമുള്ളതും അകത്ത് അവനെ പോലെ വിശുദ്ധ സ്വഭാവം ഉള്ളവനുമായിരുന്നു ആദ്യ മനുഷ്യൻ. ഇപ്പം നമ്മളെയൊന്നും കണ്ടാൽ അങ്ങനെ തോന്നത്തില്ല ഇപ്പം. പക്ഷെ നമ്മൾ പാപത്തിൽ വീണുപോയി, അല്ലേ? ഈ പാപത്തിൽ വീണുപോയ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്. ആ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കടന്നു വരുന്നു എന്നുള്ളതാണ് ഈ 10 ആഴ്ചകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടണം. മാനസാന്തരമാണ് ഒന്നാമത്തെ പടി, അല്ലേ? അത് കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ പഠിച്ചത് വിശ്വാസം എന്ന വലിയ വിഷയമായിരുന്നു. വിശ്വാസത്താലുള്ള രക്ഷ, അല്ലേ? അങ്ങനെ അതിൽ അവസാനം നമ്മൾ കണ്ടു എന്താണ്? നമ്മൾ പടിപടിയായിട്ട് രൂപാന്തരം പ്രാപിച്ച്, അല്ലേ, കർത്താവിൻ്റെ സ്വരൂപത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ശുദ്ധീകരണം എന്ന് നമ്മൾ കണ്ടു, അല്ലേ? കർത്താവ് നമ്മളെ തൻ്റെ മക്കളായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞ് അടുത്ത സംഭവിക്കുന്നതാണ് പടിപടിയായിട്ട് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലോട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞെന്താണ്? പിന്നെ അത് കഴിഞ്ഞുണ്ടാകുന്നതാണ് കർത്താവിൻ്റെ മടങ്ങി വരവിൽ നമുക്ക് തേജസ് ലഭിച്ച് നമ്മൾ എന്താകുന്നു? അവൻ്റെ സാദൃശ്യമുള്ളവരായി മാറുന്നു. അതിനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് തേജസ്കരണം, അല്ലേ? അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും പിന്നെയും മടങ്ങി വരുന്നതാണ് രക്ഷയുടെ അവസാനം, അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിൽ നമ്മൾ അവൻ്റെ സാദൃശ്യമുള്ളവരായി മാറുമെന്ന് കഴിഞ്ഞ ആഴ്ച കണ്ടു, അല്ലേ? അപ്പോൾ ആ രണ്ടാം വരവ് വരെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും അവൻ്റെ സ്വരൂപത്തിലോട്ട് അവനോട് അനുരൂപരായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഈ കാത്തിരിപ്പിൻ്റെ സമയം നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടു, കർത്താവിൻ്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നു, അനുദിനം അവൻ്റെ സ്വരൂപത്തിൽ അവൻ്റെ സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവൻ്റെ സാദൃശ്യത്തിലേക്ക് നമ്മൾ മാറുന്ന രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലേ? ഈ കാത്തിരിപ്പിൻ്റെ കാലയളവിനെയാണ് ക്രിസ്തീയ ജീവിതവും നമ്മൾ പൊതുവെ പറയുന്നത്. അതെന്ത് ജീവിതമായിരിക്കണം? അതിനാണ് ഒന്നാമത്തെ ആ വാക്യം അവിടെ കൊടുത്തിരിക്കുന്നത്. തീത്തോസിൻ്റെ ലേഖനം 2:11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഓരോ വാക്യങ്ങളായിട്ട് നോക്കാം. സഹോദര വായിച്ചാട്ടെ. സകല മനുഷ്യർക്കും, ക്രിസ്ത്യാനികൾക്കെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷ നൽകുന്ന ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിർത്തിക്ക. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട്. എന്താ ഈ ഭാഗ്യകരമായ പ്രത്യാശ? നമ്മുടെ പ്രത്യാശ എന്താണ് അത്ര ഭാഗ്യകരമായതെന്ന് പറയാൻ? എന്താണ് ഈ പ്രത്യാശ? തുറന്നു വായിച്ചാട്ടെ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി. കണ്ടോ, അതാണ് നമ്മുടെ എന്താണ് ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ബ്ലെസ്സഡ് ഹോപ്പ് എന്ന് പറയും. ഭാഗ്യകരമായ പ്രത്യാശ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എന്താണ്? നമ്മുടെ മഹാദൈവമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം, അവൻ മടങ്ങി വരുമ്പോൾ അവനായിരിക്കുന്നത് പോലെ നമ്മൾ കാണും. കഴിഞ്ഞ പ്രാവശ്യം കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ അവനായിരുന്നത് പോലല്ല അവൻ ഇരുന്നത്. അവൻ തൻ്റെ തേജസ്സൊക്കെ മൂടി വെച്ചിട്ടായിരുന്നു. സാധാ ഒരു മനുഷ്യനെ പോലെയായിരുന്നു അവൻ നടന്നത്. എന്നാൽ ഇനി വരുന്നത് അങ്ങനല്ല. സൂര്യനെ പോലെ തേജസ്സുള്ള, അതായത് യഥാർത്ഥ യേശു. ആ യേശുവിനെ ലോകത്താരും ഇതുവരെ കണ്ടിട്ടില്ല. കർത്താവ് മലയിൽ പോയിട്ട് 3 ശിഷ്യന്മാർക്ക് മാത്രം കാണിച്ചു കൊടുത്തു. മറുരൂപ മലയിൽ പോയിട്ട് അതൊരു ചെറിയ എന്താ പറയുക, ഒരു ദർശനം മാത്രമേ ഉള്ളൂ. ഇനി വരാൻ പോകുന്നതാണ് ശരിയായ യേശു ക്രിസ്തു. അവൻ്റെ തേജസ്സിൽ അവൻ പ്രത്യക്ഷപ്പെടും. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. ആ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ
സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏത് എന്തുവാ ഈ അത്? ഈ മലയാളം ബൈബിളിൽ പലപ്പോഴും നമ്മൾ വായിച്ചു വരുമ്പോൾ ആദ്യം പറഞ്ഞു എന്തുവാന്ന് മറന്നു പോകും. കാരണം കാട് കയറി പറഞ്ഞു പോവാ അല്ലേ. എന്താ ഈ അത് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് പറയുന്നത്? അതാണ് ആദ്യത്തെ വാക്യം. സകല മനുഷ്യർക്കും രക്ഷാകരമായ എന്ത്? ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. ആ ദൈവകൃപ കർത്താവിൻ്റെ രണ്ടാം വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മെ എന്ത് ചെയ്യും? നമ്മെ ശിക്ഷിച്ചു വളർത്തും. ശിക്ഷ എന്ന് പറയുമ്പോൾ ദണ്ഡനം എന്നുള്ള അർത്ഥത്തിലല്ല, പാപത്തിൻ്റെ ശമ്പളമായ അടി എന്നുള്ള അർത്ഥത്തിലല്ല. ശിക്ഷ എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പരിശീലനം എന്നുള്ള രീതിയിലാണ്. വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് നമ്മൾ ശിക്ഷണം കൊടുക്കുക എന്ന് പറയത്തില്ല. എന്ന് പറയുന്നത് പോലെ നമ്മെ പരിശീലിപ്പിക്കും, നമ്മെ അഭ്യസിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ട്? കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ കൃപ നമ്മളെ എന്തിനു വേണ്ടി പഠിപ്പിക്കും? ലോകമോഹങ്ങളൊക്കെ വിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയോടും നീതിയോടും സുബോധത്തോടും കൂടെ ജീവിക്കുവാൻ അത് നമ്മളെ പരിശീലിപ്പിക്കും. അപ്പോൾ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഈ കാലയളവിൽ എന്താ സംഭവിക്കുന്നത്? ദൈവകൃപ നമ്മെ അനുസരണത്തിൽ വളർത്തും. അല്ലാതെ ദൈവകൃപ ലൈസൻസ് അല്ല. രക്ഷിക്കപ്പെട്ടു ഇനി എന്ത് തോന്നിവാസം കാണിക്കാം, സ്വർഗത്തിൽ പോവല്ലോ എന്നല്ല. ദൈവകൃപ ഈ കാത്തിരിപ്പിൻ്റെ കാലയളവിൽ ചെയ്യുന്ന എന്താണ്? നമ്മളെ അഭ്യസിപ്പിക്കും, പരിശീലിപ്പിക്കും. എന്തിന്? നമ്മൾ അനുസരണമുള്ളവരാകുവാൻ. അടുത്ത വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് കണ്ടോ, സൽപ്രവർത്തികൾക്ക്, നീതി, ദൈവഭക്തി, സുബോധം ഇതൊക്കെ പ്രവർത്തിക്കുവാൻ ശുഷ്കാന്തിയുള്ള, അല്ലാതെ ഉറക്കം തൂങ്ങിയിരിക്കുകയല്ല, ശുഷ്കാന്തിയുള്ളൊരു ജനമാക്കി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് ഇതിനു വേണ്ടിയിട്ടാണ് അവൻ ക്രൂശി മരിച്ചതെന്ന്. അപ്പൊ ക്രൂശി മരിച്ചതിന്റെ ആ ഉദ്ദേശം നമ്മളിൽ നിവർത്തിക്കപ്പെടണം. ക്രൂശി മരിച്ചത് ഒരു ദിവസം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇനി നമുക്ക് തോന്നിവാസം ചെയ്യാനല്ല, നമ്മൾ അനുസരണത്തിൽ നടക്കണം. സൽപ്രവൃത്തിക്ക് വേണ്ടി ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുന്നവരായിരിക്കണം. ലോകം വിട്ടു മാറുന്നവരായിരിക്കണം. ഈ ലോകത്തിലെ ഒന്നും വേണ്ട, കർത്താവ് മടങ്ങി വരുമ്പോൾ തേജസ് കാണണം എന്ന് പറഞ്ഞ് ഒരുക്കത്തോടെ ആയിരിക്കുന്ന ഒരു ജനമായിരിക്കണം അല്ലേ. അതിനുവേണ്ടി ഒരുക്കമുള്ളൊരു തീക്ഷ്ണമായ ശുഷ്കാന്തിയുള്ളൊരു ജനമായിട്ട് അവനൊരു കാന്തയെ വേണ്ടതിനാണ് അവൻ ക്രൂശി മരിച്ചത്. അപ്പൊ ദൈവകൃപയുടെയും ക്രൂശിന്റെയും ഉദ്ദേശം നമ്മളിൽ നിവർത്തിക്കണം. എന്താണ്? ഒരൊറ്റ വാക്കി പറയാം, അനുസരണം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കാത്തിരിപ്പാണ് ക്രിസ്തീയ ജീവിതം. അതെന്തായിരിക്കണം? ദൈവകൃപയുടെ സഹായത്താൽ അനുസരണത്തിന്റെ ജീവിതമായിരിക്കണം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഈ അനുസരണത്തിൽ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ വിശ്വസിച്ച് കർത്താവിൻ്റെതായെന്ന് പറഞ്ഞ് ഈ അനുസരണത്തിലെ ഒന്നാമത്തെ പടിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതാണ് ജലസ്നാനം. ഒരു വ്യക്തി കർത്താവിലേക്ക് മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് കടന്നു വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് ദൈവം പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ അനുസരണത്തിന്റെ പടിയാണ് ജലസ്നാനം. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. മാത്രമല്ല, നമ്മൾ സ്ഥിരം വായിക്കുന്ന എബ്രായ ലേഖനത്തിലെ ആറാമത്തെ അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, അത് കഴിഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസം, അത് കഴിഞ്ഞു പറഞ്ഞിരിക്കുന്നത് സ്നാനങ്ങളാണ്. അപ്പോൾ അടിസ്ഥാന ഉപദേശങ്ങളിൽ വിശ്വാസവും മാനസാന്തരവും കഴിഞ്ഞാൽ അടുത്തതായിട്ട് അപ്പോസ്തലന്മാർ കരുതിയിരിക്കുന്നത് ഈ പറയുന്ന സ്നാനം എന്ന് പറയുന്ന വിഷയമാണ്. അപ്പോൾ നമ്മൾ ഇനി 1-2 ആഴ്ച സ്നാനത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്, ജലസ്നാനത്തെക്കുറിച്ച്. അപ്പോൾ ആദ്യം തന്നെ ഈ വാക്ക് അല്ലേ, ജലസ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷിൽ ഇതിന് ബാപ്റ്റിസം എന്നൊക്കെ പറയും, നമ്മൾ മലയാളത്തിലും ബാപ്റ്റിസം എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും നമുക്കത്ര മനസ്സിലാകുന്ന ഒരു വാക്കല്ല അല്ലേ. ബാപ്റ്റിസം എന്ന് പറഞ്ഞാലൊന്നും സാധാരണ ഒരു ബൈബിളൊന്നും വായിക്കാത്ത ഒരു വ്യക്തിക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ സുറിയാനി ഭാഷയുടെ ചില വാക്കുകൾ ഉപയോഗിക്കും അല്ലേ. മാമോദീസ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാവും? മാമോദീസ അല്ലേ. ഏതോ മാമനെ നമുക്കറിയാം, ആരാണ് ഈ മാമോദീസ അല്ലേ? അതൊക്കെ സുറിയാനി ഭാഷയിൽ നിന്ന് വരുന്നതാണ് അല്ലേ. മാമോദീസ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഈസ അവസാനം വരുന്നുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? മാമോദീസയിൽ ഈസ അവസാനം വരുന്ന, ഈസ എന്ന് പറഞ്ഞാൽ യേശു എന്നർത്ഥം. മാമോദീസ സുറിയാനി ഭാഷയിൽ യേശുവിൽ നിങ്ങളെ മുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മുങ്ങി നിവരുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയല്ല
അല്ലേ? ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്കുകളൊന്നും മലയാളത്തിലേക്ക് മാറ്റിയിട്ടില്ല. ഈ സ്നാനം മലയാളമാണ്, അത് നമുക്ക് അറിയാം അല്ലേ? സ്നാനം എന്താണ്? കുളി അല്ലേ? ഒരു കുളിക്കുന്നതിനാണ് സ്നാനം എന്ന് പറയുന്നത് അല്ലേ? മുങ്ങി നിവരുന്നതിനാണ് സ്നാനം എന്ന് പറയുന്നത്. അതെന്താ അങ്ങനെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാപ്റ്റിസം അല്ലെങ്കിൽ യവന ഭാഷയിലെ ബപ്തിസ്മോസ് എന്നുള്ള വാക്ക്, അതിനെയാണ് ഇംഗ്ലീഷിലോട്ട് അതുപോലെ അങ്ങ് മാറ്റിക്കൊണ്ടാണ് ഈ വാക്കൊന്നും നമുക്ക് മനസ്സിലാകാത്തത്. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മുക്കുക അല്ലേ? മുങ്ങി നിവരുന്നതിനെയാണ് എന്താ പറയുന്നത്? ബാപ്റ്റിസം എന്ന് പറയുന്നത്. ഒരു കപ്പൽ മുങ്ങിപ്പോയാൽ യവന ഭാഷയിൽ നമ്മൾ പറയും കപ്പൽ ബാപ്റ്റിസം ആയി പറയും അല്ലേ? അത് സർവ്വസാധാരണ പത്രത്തിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്, അല്ലാതെ സഭയ്ക്കകത്ത് മാത്രം പള്ളിയിലച്ചന്മാരും പാസ്റ്റർമാരും മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല. നമ്മൾ ഇന്നും ഗ്രീസിൽ പോയില്ല, യവനന്മാരോട് പോയിട്ട് പേപ്പറിൽ വായിക്കുകയാണ് അവിടെ കപ്പൽ മുങ്ങിപ്പോയി അല്ലെ വീട് മുങ്ങിപ്പോയി, അവർ ഈ ബാപ്റ്റിസം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് സഭയ്ക്കകത്തെ എന്തെങ്കിലും മതപരമായ ഒരു ഭാഷയല്ല, സർവ്വസാധാരണ മുങ്ങിപ്പോയി നമ്മൾ പറയത്തില്ലേ, മുങ്ങിപ്പോയി എന്ന് പറയും. അതുകൊണ്ട് മുങ്ങലായിരുന്നു കറക്റ്റ്. ഇന്നത്തെ വിഷയം മുങ്ങൽ എന്നായിരുന്നു പറയേണ്ടത്, പക്ഷെ മുങ്ങലൊന്നും നമ്മൾ സഭയിൽ ഉപയോഗിക്കാറില്ല അല്ലേ? സ്നാനം, ജലസ്നാനം എന്നൊക്കെ പറയാറുള്ളൂ. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ, വെള്ളത്തിൽ മുക്കുക, മുങ്ങി നിവരുക അല്ലേ? അപ്പോൾ അത് പുതിയ നിയമത്തിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പുതിയ നിയമത്തിലെ സ്നാനം, പുതിയ നിയമത്തിലെ സ്നാനം. അതിന് 1-2 വാക്യങ്ങൾ ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ വിഷയം എന്തുകൊണ്ടാണ് ഇത്ര കാതലായ വിഷയം എന്നുള്ളത് അല്ലേ? ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് യേശുക്രിസ്തു കൊടുത്ത കൽപ്പനയാണ്. ഒന്നാമതായിട്ട് ഇത് കൽപ്പനയാണ്. അപ്പം തന്നെ അതിൻ്റെ ഗൗരവം നമ്മളൊന്ന് മനസ്സിലാക്കണം. കൽപ്പനയാണിത്, അല്ലാതെ ഒരു പാരമ്പര്യമല്ല, ഏതെങ്കിലും ഒരു സഭക്കാരുടെ എന്തെങ്കിലും ഒരു ചടങ്ങല്ല, മാനുഷികമായ എന്തെങ്കിലും ഒരു കാര്യമല്ല. ഇത് യേശുക്രിസ്തു കൊടുത്തിട്ട് പോയ ഒരു കൽപ്പനയാണ്. അപ്പം ദൈവത്തിൻ്റെ കൽപ്പനയാണിത് അല്ലേ? നമുക്ക് വായിക്കാം. മർക്കോസ് 16:15-16. കർത്താവ് ശിഷ്യന്മാരോട് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം താൻ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് കൊടുത്തിട്ട് പോയ നിയോഗം എന്നും പറയും, മഹാനിയോഗം. സഭയെ ഞാൻ മടങ്ങി വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനാണ് മഹാനിയോഗം എന്ന് പറയുന്നത്. മർക്കോസ് 16, മത്തായി 28 നമ്മൾ ഈ മഹാനിയോഗം വായിക്കുന്നത്. രണ്ടും നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മർക്കോസ് 16:15-16. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കണ്ടോ, വിശ്വസിച്ച് കഴിഞ്ഞാട്ട് സ്നാനം ഏൽക്കണം. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ്, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കാത്തവൻ സ്നാനപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വിശ്വസിച്ച വ്യക്തിയാണെങ്കിൽ ഒന്നാമതായിട്ട് എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. അത് കർത്താവിന്റെ കൽപ്പനയാണ്. മത്തായി 28:18-20. യേശു അടുത്ത് ചെന്ന്, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. കണ്ടോ, പറഞ്ഞിരിക്കുന്ന കേട്ടോ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു വേണം ജനങ്ങളെ എൻ്റെ ശിഷ്യന്മാരാക്കുവാൻ. അപ്പൊ അവിടെയും കണ്ടോ, സ്നാനം കർത്താവിന്റെ കൽപ്പനയാണ്. അപ്പൊ ഇത് മനുഷ്യരാരും തുടങ്ങിയതല്ല ഈ സ്നാനം അല്ലെ? ചിലർ പറയും സ്നാനങ്ങളെല്ലാം ഓരോ സഭക്കാർക്കും ഓരോ രീതിയിലാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സഭയിൽ സ്നാനം ഒന്നും വേണ്ടെന്ന് വെക്കാം. അങ്ങനെ ഒരു കൂട്ടരുണ്ട്, അറിയാം, രക്ഷാസൈന്യം സഭ എന്ന് പറയും. നമ്മുടെ നാട്ടിലുമുണ്ട്. അവർ നോക്കിയപ്പോഴത്തേക്ക് ഈ സഭക്കാർ അത് പറയുന്നു, ഈ സഭക്കാർ വേറെത്തോ പറയുന്നു. ഈ സ്നാനത്തെക്കുറിച്ച് ആർക്കും വലിയ വിവരമൊന്നുമില്ല. എന്നാൽ പിന്നെ ഒരു കാര്യം, നമ്മുടെ സഭയിൽ സ്നാനം അങ്ങ് വേണ്ടെന്ന് വെക്കാം. അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ ഇത് വെറും ഒരു സഭാ പാരമ്പര്യമല്ല, ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ഇത് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് അല്ലേ? അപ്പോൾ അത് കൽപ്പനയാണ്. ഒന്നാമതായിട്ട് കർത്താവിൻ്റെ കൽപ്പനയാണ്. രണ്ടാമതായിട്ട് അത് അപ്പോസ്തോലിക സഭയുടെ ഉപദേശവും അവരുടെ പ്രവൃത്തിയുമായിരുന്നു. അത് നമുക്ക് ഒരു വാക്യത്തിൽ നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2:38. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം എടുപ്പിക്കും, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പൊ ഇത് അപ്പോസ്തോലിക മാതൃകയാണ്. നമ്മളിനി അപ്പോസ്തോലിക പ്രവർത്തികളിൽ നിന്ന് ഒരുപാട് വാക്യങ്ങൾ വായിക്കും. അപ്പോസ്തോലന്മാരുടെ ഉപദേശവും ഇന്നിപ്പം നമ്മൾ വായിച്ചപ്പോൾ കേട്ടത്, ഒന്നാമത്തെ സുവിശേഷ പ്രസംഗം അവസാനിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മാനസാന്തരപ്പെടുത്ത് അപ്പോസ്തലന്മാർ ഉപദേശിക്കുകയും അത് അവർ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അപ്പോൾ അപ്പോസ്തോലിക മാതൃകയാണ് അല്ലേ? ഒന്നാമത്തെ സഭയെ നോക്കുകയാണെങ്കിൽ അവർ സ്നാനം കഴിപ്പിച്ചവരാണ്.
ഇനി മൂന്നാമതായിട്ട് നമ്മൾ വായിച്ചു കേട്ട മത്തായി 28:19 നിന്ന് തന്നെ നമുക്കൊരു കാര്യം പറയാം. എങ്ങനെയാ സ്നാനം കഴിപ്പിക്കേണ്ടേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ സ്നാനം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലായിരിക്കണം. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ. ചുമ്മാ വെള്ളത്തിൽ മുങ്ങി നിവർന്നിട്ട് കാര്യമില്ല, അത് വെറും സ്നാനമേ ആകത്തുള്ളൂ. പുതിയ നിയമത്തിലെ സ്നാനമാകണമെങ്കിൽ ത്രിയേക ദൈവത്തിന്റെ നാമത്തിലായിരിക്കണം. ഇതൊക്കെ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ അല്ലാതെ സ്നാനം കഴിപ്പിക്കുന്ന ക്രിസ്തീയ ഗ്രൂപ്പുകളുണ്ട്, ദുരുപദേശക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തു പറയുന്നത്. എല്ലാത്തിൻ്റെയും പ്രസക്തി ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാകത്തില്ലായിരിക്കും. ഇവിടെ കർത്താവ് കൽപ്പന കൊടുത്തപ്പോൾ നമ്മൾ വായിച്ചതാണ് മത്തായി 28 എന്താണ്? നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഇത്ര വ്യക്തമായി എഴുതിയിട്ടും ക്രിസ്ത്യാനികൾ അടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും വേണ്ടോന്നേ. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിലൊന്നും, അങ്ങനെ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലൊന്നും വേണ്ട, അല്ലേ? ത്രിത്വം എന്താണെന്ന് നമ്മൾ കൂടുതൽ പഠിക്കുന്നില്ല. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാമത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു നാമമേ ഉള്ളൂ, പക്ഷെ 3 ആളത്തങ്ങളുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തിൽ 3 ആളത്തങ്ങളുണ്ട്, 3 ആളുകളുണ്ട്. പക്ഷെ 3 ആളുകൾ എന്ന് പറഞ്ഞാൽ 3 ശരീരവും 3 പേരിങ്ങനെ ഒരു കമ്മിറ്റി കൂടുന്നതല്ല നമ്മുടെ ത്രിയേക ദൈവം. ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമായിരിക്കും, പക്ഷെ വിശ്വസിക്കാൻ പ്രയാസമൊന്നുമില്ല. എൻ്റെ ദൈവം ഒരൊറ്റ ദൈവമേ ഉള്ളൂ, പക്ഷെ ആ ദൈവത്വം 3 ആളത്വങ്ങളും കൂടെ ചേർന്നതാണ്. നമുക്കത് പറയുമ്പോൾ മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ ഈ മനുഷ്യനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലേ? ഇപ്പോൾ എൻ്റെ പേരും പറഞ്ഞ് 3 പേരല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ ആ സാറ് വന്നോ പഠിപ്പിക്കാൻ, ആ 3 പേരിങ്ങനെ നിൽക്കുന്നു, അല്ലേ? അത് ശരിയാവുന്ന ഒരാളേ ഉള്ളൂ, അല്ലേ? ഇപ്പം നമ്മുടെ സാംരാജ് ബ്രദർ ഒരാളേ ഉള്ളൂ, അല്ലെ? 3 പേരല്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് ഒരു നാമവും ഒരാളെ അറിയാവുള്ളൂ. ദൈവം അങ്ങനല്ല, ഒരു നാമവും 3 പേരുമുണ്ട്. എന്നാൽ അത് 3 ദൈവങ്ങളുമല്ല. 3 ദൈവങ്ങളും കൂടെ അങ്ങ് ചേർന്ന് നമുക്ക് ഒരുമിച്ചെല്ലാം പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാൽ അവരൊരു ഉടമ്പടിയിൽ നിൽക്കുകയല്ല. 3 ദൈവങ്ങളല്ല, 3 നാമങ്ങളല്ല, ഒരു ദൈവമേ ഉള്ളൂ. പക്ഷെ ആ ദൈവത്തിനകത്ത് 3 ആളത്വങ്ങളുണ്ട്. 3 പേരും ഒരുപോലെ ദൈവമാണ്, അല്ലാതെ ഒരു കൂടിയ ദൈവവും 2 ചിഹ്ന ദൈവവും അല്ല. അതുമല്ല. ഇതൊക്കെ ത്രിയേക ദൈവത്തിൻ്റെ ഉപദേശത്തിന് വിപരീതമായതാണ്. ഒരു നാമമേ ഉള്ളൂ, 3 ആളത്വങ്ങൾ, 3 പേരും ഒരുപോലെ ദൈവവുമാണ്. അപ്പം സ്നാനം കഴിക്കേണ്ടത് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. സ്നാനം കഴിക്കുന്നത് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലാണെങ്കിലും സ്നാനം കഴിക്കുന്നത് യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ ചില വാക്യങ്ങളുണ്ട്, നമ്മളിപ്പോൾ ആ വാക്യങ്ങൾ വായിച്ച് കേൾക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് സ്നാനപ്പെട്ടു. ഈ വാക്യങ്ങൾ കാരണമാണ് ചിലർ പറയുന്നത് അങ്ങനെ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലൊന്നും സ്നാനം കഴിപ്പിക്കേണ്ട ആവശ്യമില്ല, യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് സ്നാനം കഴിപ്പിച്ചാൽ മതി. അങ്ങനെ ഒരു ദുരുപദേശ സംഘമുണ്ട് കേരളത്തിലൊക്കെ. അതിൻ്റെ പേരാണ് യേശുനാമക്കാർ എന്ന് പറയും. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടായിരിക്കും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ മാത്രം സ്നാനം കഴിപ്പിച്ചാൽ മതി. അല്ല, മത്തായി 28 വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആ വാക്യങ്ങൾ ഇപ്പോൾ വായിച്ചു കേൾക്കും, അവർ സ്നാനപ്പെട്ടപ്പോൾ അവർ യേശുവിനോടാണ് ചേർന്നത് എന്ന് പറയാനാണ് യേശുവിൻ്റെ നാമത്തിലേക്ക് സ്നാനപ്പെട്ടു എന്ന് പറയുന്നത്. ആ വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോസ്തല പ്രവൃത്തികൾ 8:16, 10:48, 19:5 ഓരോരോ വാക്യങ്ങൾ നോക്കാം. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുന്നതേ ഉള്ളൂ. കണ്ടോ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവരേ ഉള്ളൂ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും മത്തായി 28 പറഞ്ഞ പോലെ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സ്നാനം കഴിക്കേണ്ട ആവശ്യമില്ലെന്ന്. അങ്ങനല്ല ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലേ? അത് കുറച്ചുകൂടെ വായിച്ചിട്ട് ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തികൾ 10:48. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ. ശരി, അടുത്ത വാക്യം 19:5. ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. കണ്ടോ, യേശു ക്രിസ്തു പറഞ്ഞത് എന്തായിരുന്നു? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിക്കണം. അപ്പോസ്തല പ്രവൃത്തികളിൽ ഈ വാക്യങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കിട്ടുന്നത്. അപ്പൊ അപ്പോസ്തലന്മാർ അനുസരണക്കേട് കാണിച്ചോ?
അതല്ല ഇതിൻ്റെ അർത്ഥം. ഈ വാക്യങ്ങളെ അങ്ങനല്ല വ്യാഖ്യാനിക്കേണ്ടത്. അത് സ്നാനത്തെക്കുറിച്ചും മറ്റ് ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിന് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നമ്മൾ സ്നാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്നാനം എന്തിനാണ് കഴിപ്പിക്കുന്നത്? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്നാനം കഴിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നീതീകരണമായാലും ശുദ്ധീകരണമായാലും തേജസ്കരണമായാലും എന്താ നമ്മൾ സംഭവിക്കുന്നത്? നമ്മൾ പുത്രനോട് ചേരുകയാണ്, അല്ലേ? നീതീകരണത്തിൽ നമുക്ക് പിതാവിനോട് പുത്രനുള്ള ബന്ധത്തിൻ്റെ പങ്കാളികളായി നമ്മൾ മാറി. ശുദ്ധീകരണത്തിൽ പുത്രന്റെ സ്വഭാവത്തിന്റെ ഭാഗമായി നമ്മൾ മാറി. ഇനി തേജസ്കരണത്തിൽ അവന്റെ ശരീരം പോലെ തേജസ്സുള്ള ശരീരം എനിക്കും കിട്ടി. എല്ലാം നമ്മൾ പുത്രനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കർത്താവിന്റെ ആത്യന്തികമായ ലക്ഷ്യം അവസാനം മനുഷ്യരാശിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ജനങ്ങളെല്ലാം ആരെ പോലെ ഇരിക്കണം? പുത്രനെ പോലെ ഇരിക്കണം. കുറേ യേശുമാർ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ അച്ചിലിട്ടാണ് നമ്മളെ വാർക്കുന്നത്. അപ്പം രക്ഷ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവുമായിട്ട് ഏകീഭവിക്കുക എന്ന് പറയും. ഒന്നിച്ചു ചേരുകയാണ് നമ്മൾ. അതിനാണ് ഈ സ്നാനം സൂചിപ്പിക്കുന്നത്. അടുത്ത പ്രാവശ്യം നമ്മൾ കൂടുതലായിട്ട് കാണും. അത് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിച്ചു എന്ന് പറഞ്ഞാൽ, സ്നാനം കഴിപ്പിച്ചപ്പോൾ അവർ വാഗൊണ്ടെന്ന് പറഞ്ഞു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്നാനം കഴിച്ച് യേശുവിൻ്റെ ഭാഗമായെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സ്നാനം കഴിപ്പിക്കുമ്പോൾ ത്രിയേക ദൈവം വേണ്ട, യേശുവിൻ്റെ നാമം മാത്രം പറഞ്ഞാൽ മതി എന്നല്ല ഈ വാക്യങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? സ്നാനം കഴിപ്പിക്കുമ്പോൾ പറയേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെന്നല്ല, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറയണം. പക്ഷെ സ്നാനം കഴിക്കുന്ന വ്യക്തി യേശുവിൻ്റെ പങ്കാളിയാകുകയാണ്. നമ്മുടെ കാന്തൻ യേശുവാണ്, അല്ലേ? നമ്മൾ ആ കുടുംബത്തിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നെങ്കിലും നമ്മുടെ കാന്തൻ, നമ്മൾ കല്യാണം കഴിക്കുന്നവൻ യേശു ക്രിസ്തുവാണ്. നമ്മൾ ബന്ധപ്പെടുന്നത് യേശുവായിട്ടാണ്. ശരി, അപ്പോൾ നാലാമത്തേത് സ്നാനം, പുതിയ നിയമ സ്നാനം യേശുവിനോട് ചേരുന്നതാണ്. യേശുവിനോട് ഏകീഭവിക്കുക എന്നുള്ള വാക്കാണ് ബൈബിളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. യേശുവിനോട് ചേരുവാനാണ് നമ്മൾ ഈ പുതിയ നിയമ ജലസ്നാനം കഴിക്കേണ്ടത്. യേശുവിനോട് ഞാൻ ചേരുകയാണ്, അല്ലേ? ഇപ്പോൾ ഒരു പെണ്ണും ചെറുക്കനും സ്നേഹബന്ധത്തിലാണ്. ശരി, സ്നേഹബന്ധം അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ സ്നേഹബന്ധത്തിലാണ്. പക്ഷേ ഒരു ദിവസം അവർ കല്യാണം കഴിക്കുമ്പോഴാണ് നമ്മളെന്ത് പറയുന്നത്? ശരിക്കും അവർ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ചിലരൊക്കെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, സ്നേഹമാണ്, ഇഷ്ടമാണെന്നൊക്കെ പറയും. സ്നാനം കഴിക്കുമ്പോഴാണ് ശരിക്കും ഔദ്യോഗികമായിട്ട് ബന്ധം തുടങ്ങുന്നത്. യേശുവുമായിട്ട് ചേർന്നു, അല്ലേ എന്ന് പറയുന്നവരാണ് സ്നാനം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വാക്യങ്ങളൊന്നും ഇപ്പോൾ വായിക്കുന്നില്ല, അടുത്ത പ്രാവശ്യം കൂടുതൽ നമ്മൾ പഠിക്കും. ഈ സ്നാനമെന്ന് പറയുന്നത് ബാഹ്യമായിട്ടൊരു അടയാളമാണെങ്കിലും അത് സൂചിപ്പിക്കുന്നത് ആന്തരികമായ ഒരു യാഥാർത്ഥ്യത്തെയാണ്. അല്ലാതെ വെറും ഒരു അടയാളമല്ല, ചുമ്മാ ഒരു ചടങ്ങല്ല, ഒരർത്ഥവും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കാണിച്ചോ എന്ന് പറയുന്നതല്ല. ഇത് ബാഹ്യമായ ഒരു അടയാളമാണെങ്കിലും അത് സൂചിപ്പിക്കുന്നത് ആന്തരികമായ ആത്മീകമായ ഒരു യാഥാർത്ഥ്യത്തെയാണ്. അതൊക്കെ നമ്മൾ അടുത്ത പ്രാവശ്യം സ്നാനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, അല്ലേ? അഞ്ചാമത്തേത് ഇത് അടയാളമാണെങ്കിലും ആത്മീയ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന, ആത്മീയ യാഥാർത്ഥ്യം സൂചിപ്പിക്കുന്ന അടയാളം. അപ്പൊ എന്താണ് പുതിയ നിയമത്തിലെ സ്നാനം? വെറും സ്നാനം നമ്മൾ കണ്ടു, വെള്ളത്തിൽ മുങ്ങി നിവരുന്നതാണ്. അതാ വാക്കിന്റെ അർത്ഥം. പുതിയ നിയമത്തിലെ ജലസ്നാനം എന്താണ്? അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. രണ്ടാമത് അത് അപ്പസ്തോലിക സഭയുടെ മാതൃകയാണ്. മൂന്നാമത് അത് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ ഏറ്റെടുത്തെങ്കിലേ അത് പുതിയ നിയമത്തിലെ സ്നാനമാകത്തുള്ളൂ. നാലാമത് അത് യേശുവിനോട് ചേരുവാൻ വേണ്ടി നമ്മൾ സ്നാനമെടുക്കണം. അഞ്ചാമതായിട്ട് ഇതൊരു അടയാളമാണ്. എന്തിനെ? ആത്മീകമായ ഒരു യാഥാർത്ഥ്യത്തെ വിളിച്ച് അറിയിക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന ഒരു അടയാളമാണ്. ഇനി അവസാനമായിട്ട് ഇന്ന് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പോകുന്നില്ല. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാം, ആർക്കായി സ്നാനം? ഇത് വലിയ വിഷയമാണ്. സഭകൾ തമ്മിൽ വലിയ അടിയൊക്കെ ഉണ്ടാകുന്ന വിഷയമാണ്. ആർക്കാണ് ഈ സ്നാനം, അല്ലേ? അപ്പൊ ചില സഭകളിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ചില സഭകളിൽ അവിടെ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പിടിച്ച് സ്നാനം കഴിപ്പിക്കും, അല്ലേ? ശിശു സ്നാനം എന്ന് പറയും. അപ്പോൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാൽ മതി, ഒരു ബൈബിളിലെ ഒരു വാക്ക് പറഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടെങ്കിലും, സുവിശേഷം അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടെങ്കിലും പിടിച്ച് സ്നാനം കഴിപ്പിക്കും, അല്ലേ? അതിന് ശിശു സ്നാനം എന്ന് പറയും. പിന്നെ വേറെ അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് വല്ലവരും വരികയാണെങ്കിൽ അവരെ പിടിച്ച് സ്നാനം കഴിപ്പിക്കും. അതിന് പറയും ജ്ഞാന സ്നാനം എന്ന് പറയും.
ഇതൊന്നും ബൈബിളിലില്ല. ശിശു സ്നാനവും ഇല്ല, ജ്ഞാനസ്നാനവും ഇല്ല. ബൈബിളിൽ ജലസ്നാനമേ ഉള്ളൂ, അല്ലേ? അപ്പം നമുക്കതൊന്ന് ബൈബിളിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്ന ഒരൊറ്റ പുസ്തകത്തിൽ ആളുകൾ സ്നാനപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. മറ്റു പുസ്തകങ്ങളിലൊക്കെ സ്നാനം കഴിപ്പിച്ചായിരുന്നു, സ്നാനം അവരെ ചെയ്തായിരുന്നു, ഞാൻ ആ കുടുംബത്തെ സ്നാനപ്പെടുത്തിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആളുകൾ ശരിക്കും സ്നാനപ്പെടുന്ന ചരിത്രം നമുക്ക് അപ്പോസ്തലിക പ്രവൃത്തികൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് 7 വാക്യങ്ങൾ നമ്മൾ ഇനി വായിക്കാൻ പോവാണ്. അവിടെ നിന്ന് നമ്മൾ ഈ സ്നാനപ്പെട്ടവർ ആരാണെന്ന് ആ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അവരുടെ വിശേഷണം എന്താണെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. 7 കൂട്ടരെ അല്ല നമ്മൾ കാണാൻ പോകുന്നത്, ഒരേ കൂട്ടരെ തന്നെ 7 വിധത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കാണാൻ പോവാണ്. അല്ലാതെ ഇതെല്ലാം പല പല കൂട്ടരല്ല, ഈ കൂട്ടർക്കും സ്നാനപ്പെടാം, ആ കൂട്ടർക്കും സ്നാനപ്പെടാം, അങ്ങനെ 7 കൂട്ടർ എന്നല്ല, ഒരേ ഒരു കൂട്ടർക്കേ സ്നാനപ്പെടാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആ വ്യക്തികളെ 7 വിധത്തിൽ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തികളിൽ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അവസാനം നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ഒരാളെ കുറിച്ച് തന്നെയായി പറഞ്ഞിരിക്കുന്നത്. ആരാണെന്ന് നമുക്ക് ഈ വാക്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒന്നാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 2:41 നമ്മൾ നേരത്തെ പത്രോസ് പ്രസംഗം അവസാനിച്ചപ്പോൾ പറഞ്ഞത് കേട്ടു, മാനസാന്തരപ്പെട്ടു നിങ്ങൾ സ്നാനപ്പെടുവീനെന്ന്. അപ്പോൾ ആര് സ്നാനപ്പെട്ടു? 2:41. കണ്ടോ, വചനം കൈക്കൊണ്ടവർ അവരെന്ത് ചെയ്തു? അവരാണ് സ്നാനമേറ്റത്. വേറെ ആരും സ്നാനമേറ്റില്ല. അപ്പോ വചനം കൈക്കൊണ്ടവർ. അടുത്തതായിട്ട് അതിന്റെ അടുത്ത വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 2:38. അത് നമ്മൾ നേരത്തെ വായിച്ചു കേട്ട വാക്യം തന്നെ. പത്രോസ് എന്തോ പറഞ്ഞേ? ആര് വന്ന് സ്നാനപ്പെടണമെന്നാ പറഞ്ഞേ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് വായിച്ചാട്ടെ. അപ്പൊ പാപം മാനസാന്തരപ്പെട്ടവരാണ് എന്ത് ചെയ്തത്? സ്നാനപ്പെട്ടത്, അല്ലേ? പാപം മാനസാന്തരപ്പെട്ടവർ അവരാണ് വചനം കൈക്കൊണ്ടെന്ന് പറഞ്ഞവര്, അല്ലേ? പാപം മാനസാന്തരപ്പെട്ടവർ. ഇനി മൂന്നാമതായിട്ട് അതിന്റെ അടുത്ത വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 8:12. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ. ഫിലിപ്പോസിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിശ്വസിച്ചു? ദൈവരാജ്യത്തെ കുറിച്ചുള്ള സുവിശേഷം വിശ്വസിച്ചവർ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അപ്പൊ എന്താണ്? സുവിശേഷം വിശ്വസിച്ചവർ. കണ്ടോ, ഇതെല്ലാം ഒരേ കൂട്ടരെ തന്നെ പല രീതിയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നേ ഉള്ളൂ. ഇതൊന്നും വേറെ വേറെ ഗ്രൂപ്പുകാരല്ല, എല്ലാം ഒരേ ആൾക്കാരെ കുറിച്ച് 7 രീതിയിൽ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അടുത്തത് നാലാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 8:35 മുതൽ 38. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ഇത്യോപ്യയിൽ നിന്നുള്ള ഷണ്ണനെ വഴി വെച്ച ഫിലിപ്പോസ് കണ്ടേച്ച് അവന് സുവിശേഷം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവര് സുവിശേഷമൊക്കെ കേട്ട് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ചോദിക്കുകയാണ്, ഇതാ വെള്ളം കിടക്കും, നമുക്ക് പോയി സ്നാനപ്പെട്ടാലോ? അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോയി സ്നാനം. അപ്പൊ ആരാ സ്നാനപ്പെട്ടെ? പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവർ. അങ്ങനെ അവൻ വിശ്വസിക്കുന്നു എന്ന് അടുത്ത് പറഞ്ഞു, അല്ലെ? അത് അടുത്ത വാക്യം കൂടെ കൊടുത്തിട്ടുണ്ടോ? യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവര് പോയി സ്നാനപ്പെട്ടു, അല്ലെ? അടുത്തത് അതിന്റെ 5-ാമത്തേത് അപ്പോസ്തല പ്രവൃത്തികൾ 18:8. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ടു. അപ്പൊ അടുത്തത് കർത്താവിൽ വിശ്വസിച്ചവർ സ്നാനപ്പെട്ടു. കർത്താവിൽ വിശ്വസിച്ചവർ സ്നാനപ്പെട്ടു. അടുത്തത് അതിന്റെ 6-ാമത്തേത് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തേത് 14 മുതൽ 15. പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലിബിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച ദൈവവചനം അവൾ ശ്രദ്ധിക്കുവാൻ അവളുടെ ഹൃദയത്തിൽ ആര് പ്രവർത്തിച്ചു? ദൈവം പ്രവർത്തിച്ചു.
ചുമ്മാ ഒരു പ്രസംഗം കേട്ടതല്ല, പ്രസംഗത്തിന്റെ സമയത്ത് ദൈവം ഉള്ളിൽ പ്രവർത്തിച്ച് അവൾ വീണ്ടും ജനനം പ്രാപിച്ചു. അവളും കുടുംബവും അപ്പോൾ സ്നാനമേറ്റു. കണ്ടോ? അപ്പോൾ എന്താണ്? സുവിശേഷത്തോട് പ്രതികരിക്കുവാൻ ഉള്ളിൽ കർത്താവ് പ്രവർത്തിച്ചവർ, സുവിശേഷത്തോട് പ്രതികരിച്ചവർ, അല്ലേ? പ്രതികരിച്ചവരാണ് സ്നാനപ്പെട്ടത്. ഇനി അതിന്റെ അവസാനത്തെ വിശേഷണം നോക്കാം. ഏഴാമത്തേത് അപ്പോസ്തല പ്രവർത്തികൾ 22:16. അത് പൗലോസിന്റെ തന്നെ സ്നാനം ആണ്. വായിച്ചാട്ടെ. ഇനി താമസിക്കുന്നത് എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ സ്നാനം കഴിക്കാം, അല്ലേ? അപ്പോ പാപമോചനത്തിനായിട്ട് യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ, അല്ലേ? അപ്പൊ ഇത്രയും പേരുടെ സ്നാനമാണ് അപ്പോസ്തല പ്രവർത്തികളിൽ വ്യക്തമായിട്ട് എഴുതി തന്നിട്ടുള്ളത് നമുക്ക്. ഈ 7 സ്നാനങ്ങൾ. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ആരാ സ്നാനപ്പെട്ട? വചനം കൈക്കൊണ്ടവർ, പാപം മാനസാന്തരപ്പെട്ടവർ, സുവിശേഷം വിശ്വസിച്ചവർ, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവർ, കർത്താവിൽ വിശ്വസിച്ചവർ, സുവിശേഷത്തോട് പ്രതികരിച്ചവർ, പാപമോചനത്തിനായിട്ട് യേശുവിനെ വിളിച്ചപേക്ഷിച്ചവർ. ഇതിൽ നിന്നെല്ലാം കൂടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആരെയാ സ്നാനം കഴിപ്പിക്കണ്ടേ? വിശ്വാസികളെ മാത്രമേ സ്നാനം കഴിപ്പിക്കാൻ പാടുള്ളൂ. അല്ലാതെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവനെ ഒന്നും പിടിച്ച് സ്നാനം കഴിപ്പിക്കാൻ ഒരു വചനത്തിലൊരു ആധാരവും ഇല്ല. കുഞ്ഞുങ്ങളെ സ്നാനം കഴിത്താൻ പറ്റുമോ? ശിശുക്കളെ ജനിച്ച് 8-ാം നാൾ അവർക്ക് വചനം കൈക്കൊള്ളാൻ പറ്റുമോ? പാപം മാനസാന്തരം കൊള്ളാൻ പറ്റുമോ? സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാൻ പറ്റുമോ? കർത്താവിൽ വിശ്വസിക്കാൻ പറ്റുമോ? സുവിശേഷത്തോട് പ്രതികരിക്കാൻ പറ്റുമോ? പാപമോചനത്തിനായിട്ട് വിളിച്ച് പാല് പോലും വിളിച്ചപേക്ഷിക്കാൻ പറ്റാത്തവരാ കുഞ്ഞുങ്ങൾ. ഇതുപോലെ അമ്മ കമ്മ എന്നൊക്കെ കിടന്ന് വിളിക്കത്തേ ഉള്ളൂ, അല്ലേ? അപ്പൊ അവർക്ക് പാപബോധമൊക്കെ വന്നിട്ട് യേശു ക്രിസ്തുവിനെ വിളിച്ച അത് പറ്റത്തില്ല. അപ്പോ അപ്പോസ്തലന്മാർ നൽകിയ സ്നാനം, പുതിയ നിയമത്തിലെ സ്നാനത്തില് ശിശുക്കളില്ല, അല്ലേ? അത് അതിന്റെ സ്വഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ചിലര് പറയും അങ്ങനെ ശിശുക്കളെ സ്നാനപ്പെടുത്തിയില്ല എന്ന് വാക്യങ്ങളൊന്നും ഇല്ലല്ലോ, അല്ലേ? അപ്പൊ അതിന് ഞാൻ പറയുന്ന ഉത്തരം, അപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, ചേട്ടാ എനിക്ക് വണ്ടി ഓടിക്കണം എന്തോ വേണം? ലൈസൻസ് വേണം, അല്ലേ? ലൈസൻസ് വേണം, എന്തോ വേണം? ഇപ്പോൾ നമ്മൾ ബൈക്കാണെങ്കിൽ 8 വരച്ച് കാണിക്കണം വണ്ടിയിൽ, അല്ലേ? അത് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തറിയാം? 1 വയസ്സുള്ള കൊച്ചിന് ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ല. അത് രണ്ടാമത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈസൻസ് എടുക്കുന്ന ആൾ 1 വയസ്സായാലും കുഴപ്പമുണ്ടോ, അല്ലേ? അത് അതിൻ്റെ നിബന്ധനയെന്ന് തന്നെ നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്നൊരു കാര്യമാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ 7 കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് സാമാന്യ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നൊരു കാര്യമാണ് ശിശുക്കളെ സ്നാനം കഴിക്കാൻ പറ്റത്തില്ല. ശിശു സ്നാനം പിന്നീട് 4-ാം നൂറ്റാണ്ട് തൊട്ടാണ് അതിൻ്റെ വളർച്ച വരുന്നത്. അതൊരു പാരമ്പര്യമായി വളർന്നതാണ്. അതിൻ്റെ ചരിത്രമൊന്നും ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നില്ല. അത് വചനത്തിന് പുറത്ത് സഭ തുടങ്ങിയ ഒരു പാരമ്പര്യമാണ്. അത് വളരെ കാലമായിട്ട് നിന്ന ഒരു പാരമ്പര്യമാണ്, വളരെ പ്രാചീനമായ ഒരു പാരമ്പര്യം. എന്ന് പറഞ്ഞാൽ സഭ തുടങ്ങി ആദ്യ കാലത്തിൽ തന്നെ ഈ അന്ധവിശ്വാസം തുടങ്ങി, ഈ ശിശു സ്നാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭൂരിപക്ഷം സഭകളും ശിശു സ്നാനമൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലുള്ളത്, അല്ലേ? കഴിഞ്ഞ 200 കൊല്ലത്തിന് ഇങ്ങോട്ടേ ഉള്ളൂ ഈ ശിശു സ്നാനം തെറ്റാണെന്ന് പറയുന്ന കൂട്ടര് നമ്മുടെ നാട്ടിൽ ഉദിച്ചു വന്നത്, വചനമൊക്കെ വായിച്ച് മനസ്സിലാക്കിയവർ. അതിനു മുമ്പൊക്കെ എല്ലാവരും ശിശു സ്നാനം തന്നെ, അല്ലേ? അപ്പോൾ നമ്മൾ വചനത്തിൽ നിന്ന് തന്നെ എന്ത് കണ്ടു? വിശ്വാസികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ സ്നാനം. കാരണം എന്താ സ്നാനം? യേശുവിനോട് ഏകീഭവിക്കലാണ്. വിശ്വസിക്കാത്തവന് യേശുവായിട്ടൊരു ബന്ധവും ഇല്ല, അല്ലേ? വിശ്വസിക്കാത്തവന് യേശുവായിട്ട് എന്ത് ബന്ധം? അപ്പൊ പിന്നെ യേശുവായിട്ട് എന്തിനാ ഏകീഭവിക്കേണ്ടേ? യേശുവായിട്ട് എന്തിനാ ചേരുന്നത്, അല്ലേ? അപ്പോൾ വിശ്വാസികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് സ്നാനം. രണ്ടാമത് എല്ലാ വിശ്വാസികളും സ്നാനപ്പെടേണ്ടത് ഒരു കൽപ്പനയാണ്, അല്ലേ? ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ വായിച്ചു, അവർ വിശ്വസിച്ചു ഉടനെ തന്നെ അവരെ സ്നാനപ്പെടുത്തണം, അല്ലാതെ 1 വർഷം കഴിഞ്ഞിട്ടല്ല സ്നാനം, അല്ലേ? വിശ്വസിച്ചു എന്ന് പറയുന്ന ആ നിമിഷം, ഷണ്ണനൊക്കെ വിശ്വസിച്ചെന്ന് പറഞ്ഞോ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെയൊക്കെ സഭകളിൽ അങ്ങനല്ല. 3, 4, 5 വർഷം 10 വർഷമൊക്കെ ആയിട്ട് ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നും പറഞ്ഞിരിക്കുക, അല്ലേ? ഇപ്പോൾ ഒരു പയ്യനും പെൺകുട്ടിയും പ്രേമത്തിലായിട്ട് 40 വർഷം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. നമ്മളെന്തോ പറയും? അത് ചേർന്ന് പോകുന്ന ഒരു ബന്ധമല്ല എന്ന് പറയും, അല്ലേ? നമ്മൾ പറയും അത്
എന്താ പറയുക, ഒരു അശ്ലീല ബന്ധമാണെന്ന് പറയും അല്ലേ. എടാ ഇത്രയും കാലമൊന്നും പ്രേമിക്കാറില്ലാരും, എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കും അല്ലേ. അപ്പം എന്തോ ഒരു കുഴപ്പമുണ്ട് അതിന് എന്ന് പറഞ്ഞതുപോലെ കർത്താവിനെയൊക്കെ അറിഞ്ഞിട്ട് 10 വർഷമായി സ്നാനപ്പെട്ടിട്ടില്ല. അങ്ങനെ ആരെയും നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കാൻ പറ്റത്തില്ല. ആദിമസഭയിൽ സ്നാനപ്പെടാത്ത വിശ്വാസികളൊന്നുമില്ല. ഒന്നെങ്കിൽ വിശ്വാസി, മറ്റേത് അവിശ്വാസി. വിശ്വാസി സ്നാനപ്പെട്ടതായിരിക്കും അല്ലേ. അപ്പം നിങ്ങളൊക്കെ സ്നാനപ്പെട്ടതാണോ അല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ വിശ്വാസിയാണെങ്കിൽ സ്നാനപ്പെട്ടിരിക്കണം, അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ വിശ്വാസികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് സ്നാനം. വിശ്വാസികൾ എല്ലാവരും സ്നാനപ്പെട്ടിരിക്കണം. അപ്പം നമ്മൾ കർത്താവിൽ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ അനുസരണത്തിൻ്റെ പടി സ്നാനമായിരിക്കും. ഓക്കെ, അപ്പോൾ സ്നാനം എന്താണെന്നും സ്നാനം ആർക്കാണെന്നും നമ്മൾ ഈ ആഴ്ച കണ്ടു. സ്നാനത്തിൻ്റെ ആത്മീയ അർത്ഥവും പ്രസക്തിയും ക്രിസ്തീയ ജീവിതത്തിൽ അതിനുള്ള പങ്കും ഒക്കെ നമ്മൾ അടുത്ത ആഴ്ച കാണും. ഇതിപ്പോൾ നമ്മൾ ബാഹ്യമായ കാര്യങ്ങളെല്ലാം നോക്കി, ഇനി അടുത്ത ആഴ്ച ആത്മീയ കാര്യങ്ങളെല്ലാം നോക്കി നമുക്ക് ധ്യാനിക്കാം. ശരി, നമുക്കിനി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് അല്പസമയമുണ്ട്, ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ 2ാം വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവകൃപ നമ്മളെ നയിക്കുന്നത് അനുസരണത്തിൻ്റെ പാതയിലാണ്. നമുക്ക് അതുതന്നെ ആദ്യം ഒന്ന് ശോധന ചെയ്ത് ദൈവത്തോട് പ്രതികരിക്കാം. കർത്താവേ, എൻ്റെ ക്രിസ്തീയ ജീവിതം അനുസരണത്തിൻ്റെ ഒരു ജീവിതമാണോ? ഞാൻ ഈ സ്നാനമെന്ന് പറഞ്ഞ വിഷയം അനുസരിച്ചിട്ടുണ്ടോ? സ്നാനം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സ്നാനം കഴിഞ്ഞുള്ള എൻ്റെ ജീവിതം അനുസരണ ജീവിതമാണോ? അനുസരണം എത്രമാത്രം പ്രാധാന്യമേറിയ മുൻഗണനയായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ട്? ഇന്ന് ഞാൻ വചനത്തിൽ കേട്ടു, കർത്താവ് കൃപ നൽകിയിരിക്കുന്നത്, കർത്താവ് ക്രൂശിൽ മരിച്ചിരിക്കുന്നത് ഞാൻ നീതികേടും പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടുമൊക്കെ വിട്ട് ഈ ലോകത്തിൽ ഭക്തിയോടും സുബോധത്തോടും നീതിയോടും അവൻ്റെ നാമമഹത്വത്തിനായിട്ട് ജീവിച്ചുകൊണ്ടാണ് അവൻ്റെ 2ാം വരവിനായിട്ട് കാത്തിരിക്കേണ്ടത്. അതാണ് ശരിയായ ദൈവകൃപയുടെ അനുഭവം. നമ്മുടെ ജീവിതങ്ങളൊക്കെ നമുക്കൊന്ന് ശോധന ചെയ്യാം. അനുസരണക്കേടെല്ലാം മാനസാന്തരപ്പെടാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുസരിക്കുവാനുള്ള ഹൃദയം നൽകണമേ. ആരെങ്കിലും സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ സ്നാനപ്പെടുവാനുള്ള തീരുമാനമെടുക്കാം. കർത്താവിനോട് പ്രതികരിക്കാം, അനുസരണത്തിൽ പ്രതികരിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഞങ്ങളെ നീ സ്നേഹിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ കർത്താവേ. ഞങ്ങളതിന് യോഗ്യന്മാരല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, ഞങ്ങൾ നിൻ്റെ കാല് പിടിച്ചത് കൊണ്ടല്ല. നീ സുമേധ കർത്താവേ, നീ ഞങ്ങൾക്ക് കൃപ തരുവാൻ നീ ഒരു ബാധ്യസ്ഥനുമല്ലായിരുന്നപ്പോൾ കർത്താവേ, നീ തന്നെ സ്വമേധ തീരുമാനിച്ച് ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഈ പദ്ധതി മെനഞ്ഞെടുത്തു. വളരെ വില കൊടുത്ത് നിന്നെ തന്നെ തരം താഴ്ത്തി ക്രൂശിൽ മരിച്ച് കർത്താവ് ഞങ്ങളെ വീണ്ടെടുക്കുവാൻ നീ തന്നെ പദ്ധതിയിട്ടു. അതിനായിട്ട് സ്തോത്രം. ശരിയായ ദൈവകൃപ ഞങ്ങളെ വിശുദ്ധിയിൽ പരിശീലിപ്പിക്കുന്ന ദൈവകൃപയാണെന്ന് ഞങ്ങൾ ഒന്നാമതേ കണ്ടു. അനുസരണത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് ഞങ്ങൾ കണ്ടു. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന സകല ജനത്തിനും അടിയനും കർത്താവെ അനുസരണത്തിൽ ജീവിക്കുവാൻ, അനുസരണത്തിൽ ജീവിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ നിന്റെ 2ാം വരവിനായിട്ട് കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്നാനമെന്ന വിഷയം കൂടുതൽ മനസ്സിലാക്കുവാനും ആരെങ്കിലും സ്നാനപ്പെടാതിരിപ്പുണ്ടെങ്കിൽ അനുസരിക്കുവാനും ഒക്കെ ദൈവമായ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടുതൽ വചനം ആഴമായി മനസ്സിലാക്കുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൽപ്പനകളൊന്നും ഒരെണ്ണം പോലും കർത്താവ് തുച്ഛീകരിക്കാതെ സകല കൽപ്പനകളെയും ദൈവഭയത്തിൽ അനുസരിക്കുവാനുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. കടന്നു വന്ന ജനത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ നേരിടുന്ന എല്ലാ വെല്ലുവിളികളിലും കൂടെയിരിക്കണമേ. ആത്മീയത ചോർന്നു പോകാതെ മുൻഗണന കൊടുത്തു കർത്താവെ, ആത്മീയതയിൽ ഒരു വെള്ളവും ചേർക്കാതെ കർത്താവ് നിനക്ക് വേണ്ടി വിശ്വസ്തയോടെ ജീവിപ്പാൻ നിന്റെ ജനത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തെ കർത്താവെ നീ സഹായിക്കണമേ കർത്താവെ. അവർ സൗഖ്യത്തോടെ കടന്നു പോകുവാനും മടങ്ങിപ്പോകാനും എല്ലാം വഴിയൊരുക്കണമേ. യാത്രയിലെല്ലാം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.